ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മാറ്റുക, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആട്ടോ. നിങ്ങൾ ഈ മെഷീൻ കണ്ടോ? ഇതിലാണ് നമ്മൾ സ്വർണം ചെക്ക് ചെയ്യണത്. 9 months ആണോ 18 ആണോ? പുറത്തുനിന്ന് കൊണ്ടുവന്ന സ്വർണ്ണങ്ങളില്ലേ, ഇതൊക്കെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിൽവറിൻ്റെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതിൽ എന്താ വന്നേന്നൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ. ഇത് 9 months ആണ്, ഇത് 18 ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇത് പഴയത് വന്നേക്കണമൊക്കെയാണ് എടുത്ത് വെച്ചത് കേട്ടോ. നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണാവേ. അപ്പോൾ നമ്മുടെ സെൻറ്ററിലുള്ളത് ലെൻസാണ് കേട്ടോ. ഈ ലെൻസിൻ്റെ സെയിം നമുക്ക് ഇവിടെ കാണാം. ഓർണമെൻറ്റ്സ് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാം, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 916ൻ്റെ ഒരു റിംഗ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റോക്കിലുള്ള ഐറ്റാണ്. നമുക്ക് കറക്റ്റ് ഈ പോയിന്റിൽ വെക്കുമ്പോൾ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഈ ഗ്രാഫിലുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചെക്ക് ചെയ്ത് റിസൾട്ട് ചെയ്ത് കാണിക്കും. ഇപ്പോൾ 30 സെക്കൻഡ് ആണ് കേട്ടോ ടൈം വരുന്നത്. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളർ കാണിക്കുന്നത് ഗോൾഡിൻ്റെ കണ്ടൻറ്റാണ്. ഈ റെഡ് പോലെ വരുന്നത് കോപ്പർ അതുപോലുള്ള ഐറ്റംസ്. ഈ സിൽവറോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കാണിക്കും. അപ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഈ റിസൾട്ടേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് എന്ത് പ്യൂരിറ്റി ആണെന്നുള്ളത് അറിയാൻ പറ്റും. റിസൾട്ടായിട്ടില്ല. നമ്മൾ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാണ്. ഏകദേശം 30 സെക്കൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇവിടെ ആണോ 0 സെക്കൻഡായി. 30 സെക്കൻഡ് കഴിഞ്ഞു. പിന്നെ പ്യൂരിറ്റി ആണ് വന്നിരിക്കുന്നത്. 22 ക്യാരറ്റ് 91.80 ഉണ്ട് കേട്ടോ ഗോൾഡിൻ്റെ കണ്ടൻറ്റ്. ശരിക്കും 91.6 വന്നാൽ മതി. പിന്നെ സിൽവറിൻ്റെ കണ്ടൻറ്റ് കോപ്പർ എത്ര സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ഐറ്റം വെച്ചിരിക്കുന്നത് ഈ മെഷീൻ്റെ അകത്ത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത് വെക്കുന്നത് 18 ക്യാരറ്റിൻ്റെ റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വെക്കുന്നത് എല്ലാം സ്റ്റോക്കിലെ ഐറ്റംസ് ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 18 ക്യാരറ്റ് ഒരു ഐറ്റമാണ് വെക്കുന്നത്. എന്താ നമ്മൾ കറക്റ്റ് ഈ റൗണ്ടിനകത്ത് വരണം. അത് നമുക്ക് അവിടെ വെക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ആ ലെൻസിൽ വെക്കുമ്പോൾ നമുക്കിവിടെ അത് കറക്റ്റ് ആണല്ലോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്വർണം കൊണ്ടുവരുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. നമ്മൾ ഈ മെഷീനെ വെച്ചാൽ പണ്ടൊക്കെ ഉരച്ചൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഓരോന്നും നമ്മൾ ചുമ്മാ സാമ്പിൾ ഒരു സിൽവർ കൊണ്ടിട്ട് ഒത്തിരി പേര് അവർക്ക് അറിയാൻ പാടില്ല പണ്ടത്തെ കൊളുത്ത് അത് ഇതൊക്കെ സ്വർണ്ണം ഓർക്കും ഇതുപോലെ ഇരിക്കുവേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ സ്വർണ്ണം അല്ലാത്തതും മണ്ണുണ്ട്. അപ്പോൾ ചിലർ പ്രസൻറ്റ് കൊടുക്കണതൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്നവരെ അപ്പോൾ അത് സ്വർണ്ണം ഓർത്തുകൊണ്ട് അവർ സൂക്ഷിച്ച് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ കമ്മലാൽ സ്വർണ്ണം അല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്കെല്ലാം നോക്കാം. ഞാനൊരു സിൽവറിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നാ റിസൾട്ട് വന്നതെന്ന് അറിയാവേ. ഇതിൻ്റെ ഇപ്പോൾ റിസൾട്ട് നമുക്ക് ഇത് 18 ക്യാരറ്റിനാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഗോൾഡ് അല്ലെങ്കിലും ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും അത് കണ്ടോ. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് 75%, അതിൻ്റെ ഗോൾഡിൻ്റെ കണ്ടൻറ്റ് സിൽവർ കോപ്പർ. ഈ 18 എന്ന് പറഞ്ഞാൽ 75% ആട്ടോ അതിൽ സ്വർണം. ബാക്കി കോപ്പറും സിൽവർ ഇച്ചിരിയും കാണും. നമ്മൾ 18 ക്യാരറ്റ് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് സിൽവറിൻ്റെ പ്യൂരിറ്റി നോക്കാം. നമ്മൾ സിൽവറിൻ്റെ റിംഗ് ആണ് വയ്ക്കുന്നത്. ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ സിൽവറിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. സിൽവർ ആണോ എന്താണെന്നൊക്കെ. ഇത് 90%, 95% ഇത് കറക്റ്റാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടെല്ലാം നമ്മൾ കറക്റ്റാട്ടോ. നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്കിത് നമ്മളൊക്കെ ഈ കട തുടങ്ങിയ പിന്നെ ഇങ്ങനത്തെ സംഭവം അറിയണേ. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമില്ല. എനിക്കിതൊക്കെ വലിയ അതിശയാർന്നേ. അതുപോലെ നമ്മളിങ്ങനെ ഗോൾഡ് ഉരുക്കണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. തങ്കം ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാവേ. ഈ വീഡിയോയിൽ ഇതൊന്ന് നോക്കിക്കോ. എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം കാണുമല്ലോ. ഗോൾഡ് അല്ലാത്തതുകൊണ്ടാണ് ഗോൾഡിന്റെ കണ്ടിട്ട് ഇല്ല. സിൽവറിന്റെ ആണ് കൂടുതൽ. ഗോൾഡ് കോപ്പറും ഗോൾഡും ഇല്ല. സിൽവർ ആകുമ്പോൾ ഇങ്ങനെ സിൽവറിന്റെ കണ്ടിട്ട് മാത്രം എടുത്ത് കാണിക്കും. അപ്പൊ ഗോൾഡ് അല്ലെങ്കിൽ ഈ റെഡ് ഇങ്ങനെ കയറി വരും. ഓ കണ്ടോ റിസൾട്ട് വന്നിരിക്കുന്നത് 96.5 സിൽവറിനെയാണ് വെച്ചിരിക്കുന്നത്.
സിൽവറിന്റെ പിന്നെ നമുക്ക് ഏകദേശമാണ് കിട്ടുള്ളൂ, കറക്റ്റ് ആയിരിക്കില്ല, എന്നാലും അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ പോലെ വരും. അപ്പൊ നമുക്ക് ഇന്ന് കസ്റ്റമർ കൊണ്ടുവന്ന ഒരു മാല, പഴയ മാല, ഇതെന്തോരം നോക്കി. ഓൾഡ് ഗോൾഡ് ആണ്. ഓൾഡ് ഗോൾഡ്, നമുക്കത് ചെക്ക് ചെയ്യാം അത് എന്തോരം ഉണ്ടെന്നേ. പഴയ ഓൾഡ് ഗോൾഡിന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പഴയതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് അതിന് വില ഇടുന്നത്. ഡയമണ്ട്സസ് ആണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ നമുക്കിതിൻ്റെ ഇപ്പോൾ കാണാം കേട്ടോ. കണ്ടോ, സ്വർണം പൊങ്ങി തന്നെ കണ്ടോ, ഗോൾഡ് പൊങ്ങി തന്നെ കണ്ടോ ഗ്രാഫില്. കസ്റ്റമർ കൊണ്ടുവന്നായിട്ടുണ്ടോ, സ്റ്റോക്കിലായിട്ടല്ല, ഓൾഡ് ഗോൾഡ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഉരുക്കി തങ്കാക്കിയിട്ടാണ് ഓർണമെന്റ്സ് ആയിട്ട് പണിയാൻ കൊടുക്കണേ. അപ്പോൾ നമ്മൾ അത് ഓൾഡ് ഗോൾഡ് എടുത്തേക്കണതാണ്. അത് എന്തൂരത്തിൻ്റെയാണ്, 916 ആണോ എന്താണ് 18 ആണോ എന്നൊക്കെ നമുക്ക് ഇത് ഗ്രാഫിൽ റിസൾട്ട് വരുമ്പോൾ അറിയാം. ഇത് എത്ര, 1 മിനിറ്റ് വേണോ ഇതിൻ്റെ റിസൾട്ട്? 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് ഇതാണോ, ഇതിപ്പോൾ 916 അല്ല, ഗോൾഡ് ഇത് 84 ഉള്ളൂ. 84% ഗോൾഡ് ഉള്ളൂ. ഇതിൻ്റെ പ്യൂരിറ്റി നോക്കുകയാണെങ്കിൽ 20 ക്യാരറ്റ് ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, 20 ക്യാരറ്റാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് 84% വന്നിരിക്കുന്നത്. ശരിക്കും 916 ആണെങ്കിലാണ് ഇവിടെ 22 വരും. ഇവിടെ 91.6 സംതിങ് ആണ് ഗോൾഡിൻ്റെ കണ്ടന്റ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഇങ്ങനത്തെ സ്വർണ്ണക്കടയുടെ അകത്തെ കാര്യങ്ങളുടെ അടുത്ത വീഡിയോയിൽ വേറെ ഉരുക്കണതും തങ്കാക്കണതും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.